ഹായ് ഫ്രണ്ട്സ്, ഹോം അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ വീട് പണിയുടെ കുറച്ച് വിശേഷങ്ങളെക്കുറിച്ചാണ്. ഇപ്പോൾ വീട് പണിയുടെ ഫൗണ്ടേഷൻ വർക്ക് ഏകദേശമൊക്കെ കംപ്ലീറ്റായി. അപ്പോൾ ഫൗണ്ടേഷൻ വർക്കിന് മാത്രം ഞങ്ങൾക്ക് എത്ര രൂപ ചിലവായി എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ വിശദമായി പറയുന്നത്. ഇപ്പോൾ വീട് പണിയുന്നവർക്കും ഇനി ഭാവിയിൽ പണിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്രദമായിരിക്കും. ഞങ്ങളുടെ വീട് പണിയാൻ ഉദ്ദേശിച്ച സ്ഥലം റോഡിൻ്റെ ലെവലിൽ നിന്നും കുറച്ച് താഴ്ന്നതായിരുന്നു. അതുകൊണ്ട് റോഡിൻ്റെ ലെവലാക്കുന്നതിന് ഞങ്ങൾക്ക് ഉദ്ദേശിച്ചതിലും കൂടുതൽ ഇറക്കി സ്ഥലം ലെവൽ ചെയ്യേണ്ടതായി വന്നു. പിന്നീട് പില്ലർ വാർത്താണ് ഞങ്ങൾ വീടിൻ്റെ ഫൗണ്ടേഷൻ ചെയ്തത്. അതിനുശേഷം വീണ്ടും തറയിൽ മണ്ണിട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ ഇത്രയും ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് ടോട്ടൽ ചിലവായത് ഏകദേശം 12 ലക്ഷം രൂപയാണ്. അപ്പോൾ നിങ്ങൾ വീട് പണിയുമ്പോൾ റോഡിൻ്റെ ലെവലിലുള്ള സ്ഥലമൊക്കെ ചൂസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാം. പക്ഷെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷനില്ലായിരുന്നു, വേറെ സ്ഥലം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും എമൗണ്ട് ഫൗണ്ടേഷന് വേണ്ടി മാത്രം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അതുപോലെ തന്നെ മറ്റെല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്ന ഒരു സ്ഥലം നിങ്ങൾ വീട് പണിയാൻ വേണ്ടി ചൂസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ വീട് പണിയുടെ കൂടുതൽ അപ്ഡേറ്റ്സും അതുകൂടാതെ ഞങ്ങൾക്ക് ചിലവാകുന്ന എമൗണ്ടിൻ്റെ ഫുൾ ഡീറ്റെയിൽസും ഞാൻ വരുന്ന വീഡിയോകളിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫൗണ്ടേഷൻ വർക്കിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ബൈ.